Hi everyone, this is Sri Lakshmi from B International. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറോപ്യൻ സ്റ്റഡി അബ്രോഡിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തേക്ക് അബ്രോഡ് സ്റ്റഡീസിന് നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി അപ്രോച്ച് ചെയ്യുന്ന കൺട്രീസ് എന്ന് പറയുകയാണെങ്കിൽ UK, കാനഡ, ഓസ്ട്രേലിയ അങ്ങനത്തെ കൺട്രീസ് ഒക്കെ ആയിരിക്കും. ബട്ട് അക്കോർഡിംഗ് ടു റീസെൻറ്റ് അപ്ഡേറ്റ്സ് ഈ 3 കൺട്രീസിലെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ട് തന്നെ ഇനി സ്റ്റഡി അബ്രോഡ് ഈ കൺട്രീസിലൊക്കെ നോക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അഫോർഡബിൾ ആയിട്ടും നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് കിട്ടുന്ന കൺട്രീസിലേക്ക് നമുക്ക് ഈ സ്റ്റഡി അബ്രോഡിൽ പോകാൻ പറ്റുമോ എന്ന് ആൾക്കാർ ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാവുന്ന ബെറ്റർ ഓപ്ഷനാണ് യൂറോപ്യൻ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ അത്രയും കൺട്രീസിൽ ഏതൊക്കെ കൺട്രീസിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് നല്ല കോഴ്സസ് കിട്ടുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ യൂറോപ്യൻ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. വി ക്യാൻ റിപ്ലൈ ടു ദാറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ വീഡിയോ. ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് അയർലൻഡ് ആണ്. അയർലൻഡ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണെന്ന് മാത്രമല്ല യൂറോപ്പിലെ ഏക ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയും കൂടിയാണ്. അവിടെ നമ്മളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഡിഗ്രിക്ക് നമുക്ക് മിനിമം 60% ഓർ എബവ് മാർക്ക് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4.5 lakhs തൊട്ട് സ്കോളർഷിപ്പ് എമൗണ്ട് നമുക്കൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫീസിൽ നിന്ന് അത്രയും എമൗണ്ട് നമുക്ക് സ്കോളർഷിപ്പ് ആയിട്ടാണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ബാക്കിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 2 years വരെ നമുക്ക് സ്റ്റേ ബാക്ക് ആണെങ്കിലും ആ കൺട്രി ഓഫർ ചെയ്യുന്നുണ്ട്. അവിടെ മെയിൻ സ്കോപ്പുള്ള കോഴ്സസ് എന്ന് പറയുമ്പോഴേക്കും ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ്, ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് മെയിൻ കോഴ്സസ് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ, ഫേസ്ബുക്ക്, ആപ്പിൾ അങ്ങനത്തെ മെയിൻ കമ്പനീസിൻ്റെ യൂറോപ്യൻ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അയർലൻഡിലാണ്. സോ ടെക്നോളജി ബേസ്ഡ് കോഴ്സസ് ഒക്കെ പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആണെങ്കിലും ഒരു ഒക്യുപ്പേഷന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഗുണം ചെയ്യും. സോ ആ ബേസ്ഡ് കോഴ്സസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്യൂച്ചറിലേക്ക് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലിത്വേനിയ, ലാത്വിയ കൺട്രീസ് ആണ്. നമുക്ക് കുറച്ചുകൂടി ലോവർ ട്യൂഷൻ ഫീസ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കൺട്രീസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ നിന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ IELTS അല്ലെങ്കിൽ ഏതോ ലാംഗ്വേജ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. സോ നമുക്ക് ഡിഗ്രിക്ക് നേരത്തെ പറഞ്ഞ പോലെ 60% മാർക്ക് ആൻഡ് അബവ് ഉണ്ടെന്നാണെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം പെർസ്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ലാംഗ്വേജ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ സ്റ്റേ ബാക്ക് ആണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഫ്ലെക്സിബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ കോഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി നമുക്ക് നല്ല രീതിയിൽ സ്റ്റേ ബാക്ക് ആണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് കോഴ്സസ് എന്ന് പറയുന്നത് ലൈഫ് സയൻസ്, എഞ്ചിനീയറിംഗ്, IT പ്രൊഫഷൻസ് ഒക്കെയാണ്. സോ ആ പ്രൊഫഷനിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടി ലോവർ ഫീസിൽ നമുക്ക് ആ കോഴ്സസ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ലിത്വേനിയ, ലാത്വിയ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഷെങ്കൻ വിസ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൺട്രിയിലാണ് പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബാക്കി ഇത്രയും 26 കൺട്രീസ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് കൺട്രി എന്ന് പറയുന്നത് സ്വീഡൻ ആണ്. ഇപ്പോൾ സ്വീഡൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്പൗസ് ഫ്രണ്ട്ലി കൺട്രി. സോ നമ്മൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം പെർസ്യൂ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഇഫ് യു ആർ മാരീഡ് നമ്മുടെ സ്പൗസിന് നമ്മളുടെ കൂടെ അക്കമ്പനി ചെയ്യാനായിട്ട് പറ്റും. സ്വീഡനിലെ മാർക്സ് എന്ന് പറയുന്നത് ഡിഗ്രിക്ക് 65% ആൻഡ് എബവ് മാർക്സ് ആണ് അവിടെ ചോദിക്കുന്നത്. മാർക്സിൻ്റെ റിക്വയർമെൻറ്റ് കുറച്ച് ഹയർ ആണ്. ബട്ട് 65% അതിന് എബവ് മാർക്സോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം പെർസ്യൂ ചെയ്യാം. 2 years വരെ സ്റ്റേ ബാക്ക് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 2 lakhs വരെ സ്കോളർഷിപ്പ് ആണെങ്കിലും സ്വീഡൻ കൺട്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് ഓക്യുപ്പേഷൻസ് എന്ന് പറയുന്നത് ടെക്നോളജി, ഡിസൈനിങ്, സസ്റ്റൈനബിലിറ്റി പോലത്തെ ഓക്യുപ്പേഷൻസ് ആയിരിക്കും. സോ അത് റിലേറ്റഡ് ഉള്ള കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ഓപ്ഷൻ നോക്കുന്നുണ്ടെന്നാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഓപ്ഷൻ സ്വീഡൻ ആയിരിക്കും. ഇവിടെ ഇത്രയും ബെനിഫിറ്റ്സ് ആണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രിയയാണ്. ഓസ്ട്രിയയുടെ കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് 65% ആൻഡ് അബവ് മാർക്സ് തന്നെയാണ് ഓസ്ട്രിയയിലാണെങ്കിലും നമുക്ക് വേണ്ടത് റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന മാസ്റ്റേഴ്സിന്. അത് മാത്രമല്ല ഓസ്ട്രേലിയയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. സോ ലോവർ ട്യൂഷൻ ഫീസിലാണെങ്കിലും നമുക്ക് അവിടെ മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ആണെങ്കിലും നല്ല ഫ്ലെക്സിബിൾ രീതിയിൽ തന്നെ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റിന് റിക്വയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് IELTS ഉണ്ടെങ്കിലും ഇല്ലാതെ ആണെങ്കിലും നമുക്കിവിടെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം. സോ മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യാനായിട്ട് ഇന്ന ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വേണം എന്നൊരു സ്ട്രിക്റ്റ് റൂൾ ഇവിടെ ഇല്ല. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഓക്യുപ്പേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ്, IT, ബിസിനസ് പോലത്തെ ഓക്യുപ്പേഷൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ അത് റിലേറ്റഡ് ഫിനാൻസ് റിലേറ്റഡ് കോഴ്സസ്, IT റിലേറ്റഡ് സൈബർ സെക്യൂരിറ്റി പോലത്തെ കോഴ്സസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് ഈ കൺട്രീസിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് യൂറോപ്പിലെ മോസ്റ്റ് ഡിമാൻഡഡ് കൺട്രി ആയിട്ടുള്ള ജർമ്മനിയുടെ കാര്യം നമുക്ക് നോക്കാം. ജർമ്മനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നമുക്ക് 55% ആൻഡ് അബവ് മാർക്ക് ഉണ്ടായാൽ മതി. ലോവർ മാർക്സ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഡിഗ്രിക്ക് 55% ഓർ അബവ് മാർക്ക് ഉണ്ടെന്നാണെങ്കിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് നമുക്ക് പെർസ്യൂ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേ ബാക്ക് ആണെങ്കിലും നമുക്ക് അവിടെ അവർ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പാർട്ട് ടൈം ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ചില കൺട്രീസിൽ സ്റ്റേ ബാക്ക് ടൈമിൽ പാർട്ട് ടൈം ചെയ്യാൻ പാടില്ല എന്നൊക്കെ റൂൾസ് ഉണ്ട്. ബട്ട് ജർമ്മനി ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് സ്റ്റേ ബാക്ക് ടൈമിലാണെങ്കിലും കറൻ്റ്ലി സ്റ്റഡിങ് പെർസ്യൂ ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമുക്ക് പാർട്ട് ടൈം പോലത്തെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് നോക്കാനായിട്ട് പറ്റും. അവിടുത്തെ ഹൈലൈറ്റ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് IT, എഞ്ചിനീയറിംഗ്, ബിസിനസ് പോലത്തെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോ ട്യൂഷൻ ഫീസ് ആണ്.
അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് ടോട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കാനായിട്ട് പറ്റും. ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു റിക്വയർമെൻറ്റ് അവർ പറയുന്നില്ല. അതും IELTS ആണെങ്കിലും ഒരു റിക്വയർമെൻറ്റ് ചോദിക്കുന്നില്ല. സോ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ടോട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ജർമ്മനിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR ഫ്രണ്ട്ലി കൺട്രിയാണ്. സോ വൺസ് നമ്മൾ പ്രൈവറ്റിലാണെങ്കിലും പബ്ലിക്കിൽ നിന്നാണെങ്കിലും നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ജോബ് ലാൻഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പെർമനൻറ്റ് റെസിഡൻസിക്ക് ആണെങ്കിലും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ യൂറോപ്പിലെ മെയിൻ സ്റ്റഡി ഡെസ്റ്റിനേഷൻസിനെ പറ്റി നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിനി എന്തെങ്കിലും ഫ്യൂച്ചർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏത് കൺട്രീസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നാണെങ്കിൽ ബി ഇന്റർനാഷണലിനെ കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി കൻ ഓഫർ ഫ്രീ കൺസൾട്ടേഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ക്യാച്ച് യു നെക്സ്റ്റ് ടൈം.